ഒരു റോഡ് തുറക്കുമ്പോൾ ചിലപ്പോൾ മാറുന്നത് ഒരു രാജ്യത്തിന്റെ യാത്ര മാത്രമല്ല, വ്യാപാരത്തിന്റെ വഴികളും രാഷ്ട്രീയ ബന്ധങ്ങളും വരെ മാറാം. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ അത്തരമൊരു പുതിയ നീക്കമാണ് ചർച്ചയാകുന്നത്. പാകിസ്ഥാനിൽ ചൈന നടപ്പാക്കുന്ന വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയിലേക്ക് അഫ്ഗാനിസ്ഥാനെയും കൂട്ടുചേർക്കാനുള്ള നീക്കമാണ് ശ്രദ്ധ നേടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് നീക്കം കൂടുതൽ എളുപ്പമാകാം. ഇതോടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചമ്പഹാർ തുറമുഖത്തിന് പുതിയ മത്സരമുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഇതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയാണ്. ചുരുക്കത്തിൽ CPEC എന്ന് വിളിക്കുന്ന ഈ പദ്ധതി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലൂടെ അറബിക്കടലിലെ ഗ്വാദാർ തുറമുഖത്തേക്കാണ് നിലവിലെ പ്രധാന ബന്ധം. റോഡുകളും റെയിൽപാതകളും വൈദ്യുതി പദ്ധതികളും വ്യാവസായിക മേഖലകളും ഉൾപ്പെടുന്ന വലിയ പദ്ധതിയാണിത്. ഇപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടമായി പറയപ്പെടുന്നത് CPEC 2.0 എന്നാണ്. ഈ പദ്ധതിക്ക് അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തോർഖാം അതിർത്തി വഴിയായിരിക്കും പ്രധാന ബന്ധം. വൈബർ മലനിരകൾക്കിടയിലെ പ്രധാന അതിർത്തി പാതയാണ് തോർഖാം. പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള റോഡ് ചരക്ക് നീക്കത്തിന് വളരെ പ്രധാനപ്പെട്ട വഴിയുമാണിത്. എന്നാൽ ഇപ്പോൾ ഈ പാതയുടെ സ്ഥിതി അത്ര സുഖകരമല്ല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം തോർഖാം അതിർത്തി പല ഘട്ടങ്ങളിലും അടഞ്ഞു കിടക്കുന്നുണ്ട്. അതോടെ ചരക്കുമായി പോകുന്ന വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ മറ്റൊരു പ്രശ്നം അതിന് കടൽ തീരം ഇല്ല എന്നതാണ്. കടൽ വഴി സാധനങ്ങൾ എത്തിക്കാനും പുറത്തേക്ക് അയക്കാനും അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യങ്ങളിലെ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. മധ്യേഷ്യൻ രാജ്യങ്ങൾക്കും സമാനമായ പ്രശ്നമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ചമ്പഹാർ തുറമുഖത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്ത്യ ഏറെ ശ്രദ്ധ നൽകുന്ന തുറമുഖമാണ് ചമ്പഹാർ. പ്രത്യേകിച്ച് ഷഹീദ് ബെഹിഷ്തി ടെർമിനലിന്റെ വികസനത്തിൽ ഇന്ത്യ വലിയ പങ്കാണ് വഹിച്ചത്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്കുകൾ എത്തിക്കാൻ ചമ്പഹാർ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു വഴി നൽകുന്നു. അതുകൊണ്ടാണ് CPEC 2.0യുടെ സാധ്യത ഇന്ത്യ ശ്രദ്ധയോടെ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ പദ്ധതിയിൽ ചേരുകയും തോർഖാം വഴി ചരക്ക് നീക്കം സ്ഥിരത നേടുകയും ചെയ്താൽ പാകിസ്ഥാൻ വഴി മധ്യേഷ്യയിലേക്കുള്ള പുതിയ വ്യാപാരപാത ശക്തമാകും. അത് ചമ്പഹാറിന്റെ പ്രാധാന്യത്തെ ബാധിക്കുമോ? ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. എന്നാൽ ചമ്പഹാറിനെയും CPECയെയും നേരിട്ട് ഒരേ തരത്തിലുള്ള പദ്ധതികളായി കാണാനാകില്ല. ഓരോ വഴിക്കും സ്വന്തം ഗുണങ്ങളും പരിമിതികളുമുണ്ട്. എങ്കിലും വ്യാപാരികൾക്ക് തെരഞ്ഞെടുക്കാൻ കൂടുതൽ വഴികൾ ലഭിച്ചാൽ മത്സരവും സ്വാഭാവികമായി വർദ്ധിക്കും. ഇതിനിടെ മറ്റൊരു വലിയ സംഭവ വികാസവും കാര്യങ്ങൾ സങ്കീർണമാക്കുകയാണ്. ഇറാനെതിരായ അമേരിക്കൻ സമ്മർദ്ദം ശക്തമാകുകയാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന ഉപരോധ നടപടികളാണ് അമേരിക്ക തുടരുന്നത്. ചമ്പഹാറിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇതാണ് ഏറ്റവും വലിയ ആശങ്ക. ചമ്പഹാർ തുറമുഖത്തിന്റെ വികസനത്തിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും എത്താനുള്ള ഒരു പ്രധാന വഴിയായി ഇന്ത്യ ഈ തുറമുഖത്തെ കാണുന്നു. അതുകൊണ്ട് തന്നെ ചമ്പഹാറിന് മേലുള്ള അമേരിക്കൻ ഉപരോധം ഒഴിവാക്കണമെന്ന് ഇന്ത്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഇറാൻ നയത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഇതോടെ ഇന്ത്യക്ക് മുന്നിൽ പുതിയ ചില വെല്ലുവിളികൾ ഉയരുകയാണ്. ചമ്പഹാറിൽ ഇന്ത്യയുടെ പങ്കാളിത്തം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? അമേരിക്കയുടെ ഉപരോധം വ്യാപാരത്തെ എത്രത്തോളം ബാധിക്കും? അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ ചമ്പഹാറിന്റെ സ്ഥാനം എങ്ങനെ സംരക്ഷിക്കാം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. ഇതിനിടെ ചമ്പഹാർ ടെർമിനലിന്റെ പ്രവർത്തനം നിയന്ത്രണം താൽക്കാലികമായി ഇറാനെ തന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത് നടപ്പായാൽ ഇന്ത്യ പൂർണ്ണമായി പിന്മാറുന്നു എന്നല്ല അർത്ഥം. ഉപരോധ സാഹചര്യത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമായി ഇതിനെ കാണാം. മറ്റൊരു വശത്ത് ചൈനയുടെ നീക്കവും ശ്രദ്ധേയമാണ്. ചൈനയ്ക്ക് പാകിസ്ഥാനുമായി ശക്തമായ സാമ്പത്തിക ബന്ധമുണ്ട്. ഗ്വാദർ തുറമുഖം മുതൽ റോഡ് റെയിൽ ബന്ധങ്ങൾ വരെ CPECയുടെ ഭാഗമായി ചൈന വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ കൂടി ഈ ബന്ധത്തിലേക്ക് എത്തിയാൽ ചൈനയ്ക്ക് മധ്യേഷ്യയിലേക്കുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കഴിയും. പാകിസ്ഥാനും ഇതിലൂടെ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിർത്തി വ്യാപാരം വർദ്ധിപ്പിക്കാം, ഗതാഗത മേഖലയിൽ വരുമാനം ലഭിക്കാം, പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ പദ്ധതികൾക്ക് അവസരമുണ്ടാക്കാം. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചോളം പുതിയ വ്യാപാര പാതകൾ ലഭിക്കുന്നതും വലിയ കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നം ഇപ്പോഴും മുന്നിലുണ്ട്. തോർഖാം തുറക്കാതെ ഈ പദ്ധതിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുക എളുപ്പമല്ല. അതിർത്തി സുരക്ഷ, പാകിസ്ഥാൻ അഫ്ഗാൻ ബന്ധം, രാഷ്ട്രീയ സ്ഥിരത എന്നിവയെല്ലാം നിർണായകമാണ്. അതിർത്തി വീണ്ടും അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ നിക്ഷേപമുള്ള പദ്ധതികൾക്കും തടസ്സം നേരിടാം. അതുകൊണ്ട് ഇത് വെറും ഒരു റോഡ് പദ്ധതിയല്ല. ഇത് വ്യാപാരത്തെയും രാഷ്ട്രീയത്തെയും സുരക്ഷയെയും ഒരുമിച്ച് ബാധിക്കുന്ന നീക്കമാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ചമ്പഹാർ ഇപ്പോഴും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനൊപ്പം പാകിസ്ഥാൻ ചൈന ബന്ധം എങ്ങനെ മാറുന്നു എന്നും അഫ്ഗാനിസ്ഥാൻ ഏത് വഴി തിരഞ്ഞെടുക്കുന്നുവെന്നും ന്യൂഡൽഹി ശ്രദ്ധിക്കേണ്ടി വരും. ഇറാനെതിരായ
അമേരിക്കൻ സമ്മർദ്ദവും ഈ കണക്കുകൂട്ടലിൽ വലിയ പങ്ക് വഹിക്കും. ഒരു വശത്ത് ചൈന പാകിസ്ഥാനിലൂടെ പുതിയ ബന്ധങ്ങൾ ഒരുക്കുന്നു, മറുവശത്ത് അമേരിക്ക ഇറാനെതിരായ സമ്മർദ്ദം തുടരുന്നു. അതിനിടയിൽ ഇന്ത്യ ചബഹാറിന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള വഴികൾ തേടുകയാണ്. ആയതിനാൽ അടുത്ത കാലത്ത് തോർഖാം അതിർത്തി തുറക്കുമോ, അഫ്ഗാനിസ്ഥാൻ CPEC 2.0 സജീവമായി ചേരുമോ, ചബഹാറിന് മേലുള്ള സമ്മർദ്ദം എങ്ങനെ മാറും എന്നതാകും ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ഉത്തരങ്ങൾ ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകാം. ഇപ്പോൾ എല്ലാ സാധ്യതകളുടെയും ഘട്ടത്തിലാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, വ്യാപാരത്തിനുള്ള വഴികൾ മാറുമ്പോൾ രാജ്യങ്ങളുടെ താല്പര്യങ്ങളും മാറും. ചൈനയുടെ നീക്കവും പാകിസ്ഥാന്റെ പദ്ധതികളും അഫ്ഗാനിസ്ഥാന്റെ തീരുമാനവും അമേരിക്കയുടെ ഇറാൻ നയവും ഇന്ത്യയുടെ ചബഹാർ തന്ത്രവും ഇനി കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടിരിക്കും. ആയതിനാൽ വരും ദിവസങ്ങളിൽ തോർഖാം അതിർത്തിയിൽ എന്ത് സംഭവിക്കുമെന്നത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.